Hi friends and welcome back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയർ സീരീസിലത്തെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ അണ്ടർ ഐ ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒട്ടും സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കൂടി അവർക്കൊക്കെ ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു റെമഡീസാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഈ അണ്ടർ ഐ ഡാർക്ക്നെസ് ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ്. ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്, ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഉണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഏത് നേരം ഫോൺ നോക്കിയിരിക്കുന്നവരാണ്. ഒരുപാട് നേരം ഈ ഫോണിലേക്ക് തന്നെ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ രാത്രിയിലൊക്കെ നമ്മൾ മിക്കവർക്കും ഉള്ളൊരു പരിപാടിയാണ് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഫോൺ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സ്വഭാവം മിക്ക ആൾക്കാർക്കും ഉള്ളതാണ്. അതൊക്കെ പെട്ടെന്ന് അണ്ടർ ഐ ഡാർക്ക്നെസ് വരാൻ പെട്ടെന്ന് സഹായിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഈ ഫോൺ യൂസ് ചെയ്യുന്ന ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഈ കണ്ണ് താഴെ ഇങ്ങനെ കറുപ്പ് കണ്ട് വരാറുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ട് വരാം, പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിനനുസരിച്ച് വരാം. അതായത് നമ്മൾ നല്ല പോഷകസമൃദ്ധമായിട്ടുള്ള ഫുഡൊന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതും നല്ല രീതിയിൽ നമ്മുടെ കണ്ണിന് താഴെ കാണിക്കും. പിന്നെ നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കൃത്യമായ സമയത്ത് ഇങ്ങനെ ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അതും കണ്ണ് താഴെ കറുപ്പ് വരുന്നതിനൊരു വലിയൊരു കാരണമാണ്. പിന്നെ ചില ആൾക്കാർക്ക് നല്ലോണം വണ്ണം വെക്കുമ്പോൾ ഈ കണ്ണ് താഴെ ഇങ്ങനെ കറുത്ത് വരാറുണ്ട്. കണ്ണ് താഴെയല്ല, കണ്ണ് ചുറ്റും ഇങ്ങനെ കറുത്ത് വരാറുണ്ട്. എനിക്കൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. ഞാൻ നല്ലോണം ഇങ്ങനെ വണ്ണം വെച്ച് വന്നപ്പോൾ എൻ്റെ കണ്ണൊക്കെ ഇപ്പോൾ കാണുന്ന പോലെ നല്ലായിരുന്നു. അവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക, കരി വാരി തേച്ച പോലെയായിരുന്നു, അത്രയ്ക്ക് കറുത്തിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ചില ആൾക്കാർക്ക് വണ്ണം വെക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ കണ്ണിന് ചുറ്റും കറുപ്പ് വരാം. അപ്പോൾ നമുക്ക് ഈ കണ്ണിന് ചുറ്റും കറുപ്പ് വരുന്നതിനായിട്ട് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 3-4 സംഭവങ്ങളാണ് കാണിക്കുന്നത്. എല്ലാം ഓരോ സാധനങ്ങൾ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കുറേ സാധനങ്ങൾ മിക്സ് ചെയ്ത് ഭയങ്കര ഇതായിട്ടുള്ളതൊന്നുമല്ല കാണിക്കുന്നത്. കാരണം നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ കണ്ണിന് താഴെയാണ്. അവിടെ നമുക്ക് ഭയങ്കര പവറുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ കണ്ണിന് ചുറ്റുമുള്ള സ്കിന്നുണ്ടല്ലോ, അത് ഭയങ്കര നേർത്ത സ്കിന്നാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വല്ലാണ്ട് പണി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല പണി കിട്ടും. അപ്പോൾ നമ്മൾ ഭയങ്കര കട്ടിയുള്ള ഫേസ് പാക്സ് അല്ലെങ്കിൽ സ്ക്രബുകൾ അതൊന്നും നമ്മൾ ആ ഭാഗത്ത് ഉപയോഗിക്കേണ്ട യാതൊരു കാര്യമില്ല. പകരം വളരെ ചെറിയ സാധനങ്ങൾ, ഇപ്പം ഞാൻ കാണിക്കുന്ന പോലത്തെ കുഞ്ഞു സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഇതൊരു വട്ടം ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അങ്ങോട്ട് വലിയ റിസൾട്ടൊന്നും കാണാൻ പറ്റില്ല. അത് ഇതെന്നല്ല, നിങ്ങൾ എന്ത് ഉപയോഗിക്കുമ്പോഴും ഒരു വട്ടം യൂസ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ടൊന്നും കിട്ടില്ല കേട്ടോ. നിങ്ങൾ കുറച്ച് നാളിങ്ങനെ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് പോകുന്ന വേണം. നമുക്ക് ഒരുപാട് ലേറ്റ് ആക്കണ്ട, വേഗം തന്നെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് ഈ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇനിയും എൻ്റെ വീഡിയോസ് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് റെമഡി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ആലോവേറ ജെല്ല് വെച്ചിട്ടാണ്. നമ്മൾ ഈ ആലോവേറ ജെല്ല് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. കുറച്ച് നേരം, ഒരുപാട് ഇങ്ങനെ തണുപ്പിച്ച് കട്ടയാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയൊരു തണവ് കയറി കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ കണ്ണിന് താഴെ നല്ല കട്ടിയിൽ, കണ്ണ് താഴെയല്ല കണ്ണ് ചുറ്റും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല കട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ റിംഗ് ഫിംഗേഴ്സ് വെച്ചിട്ട്, നമ്മുടെ ഈ മോതിരവിരലുണ്ടല്ലോ അത് വെച്ചിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. വളരെ പതുക്കെ മസാജ് ചെയ്യുക, ഭയങ്കര ബെല്ലെടുത്ത് മസാജ് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ ചെയ്യാൻ പറ്റിയൊരു ഭാഗമല്ല അത്. അപ്പോൾ കുറച്ച് അലോവേറ ജെൽ എടുത്തിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം റിംഗ് ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് 2 മിനിറ്റ് നേരത്തേക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വെച്ചിട്ട് കിടന്നുറങ്ങാം. എന്നിട്ടത് പിറ്റേ ദിവസം തണുത്ത വെള്ളം വെച്ചിട്ടൊന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതി. ഇങ്ങനെ നിങ്ങൾ ദിവസവും രാത്രി ചെയ്യുക, നല്ല വ്യത്യാസം ഉണ്ടാകും. നിങ്ങളുടെ കണ്ണ് താഴെയുള്ള കറുപ്പൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. രണ്ടാമത്തെ റെമഡിയും അലോവേറ വെച്ചിട്ട് തന്നെയാണ്. ഇതിൻ്റെ കൂടെ കുഞ്ഞു സാധനം കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, കോഫി പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അലോവേറ ജെല്ലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അത് നമ്മളെ കണ്ണിന് താഴെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 കണ്ണും ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ഇതെങ്ങനെ വെക്കാം. ഇതൊക്കെ 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ, കുറേ നേരമൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മുടെ കണ്ണിന് താഴെയുള്ള കറുപ്പ് മാറാനും അതുപോലെ തന്നെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളെ കണ്ണിനൊരു ചെറിയ പഫിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുറയ്ക്കും കേട്ടോ. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് കണ്ണ് താഴെ മാത്രമല്ല, നിങ്ങൾക്ക് ഫേസിലും നെക്കിലൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലൊരു പാക്കാണ് കേട്ടോ. ആകെ 2 സാധനങ്ങളല്ലേ ഉള്ളൂ, ആലോവേറ ജെല്ലും കോഫിയും. രണ്ടും അടിപൊളിയാണ് സ്കിന്നിന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കണ്ണ് താഴെ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തും കഴുത്തിനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആദ്യം കാണിച്ച പോലെ ആലോവേറ ഒന്ന് തണുപ്പിച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. അല്ല ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ കോഫി പൗഡർ ഇടാൻ ഇത്തിരി കൂടി നേരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് ഇതുപോലെ പാക്ക് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതാവുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി കളയണമെന്ന് മാത്രം. അതാകുമ്പോൾ അങ്ങനെ തന്നെ വെച്ചിട്ട് കിടന്നുറങ്ങാം, അത്രേ ഉള്ളൂ വ്യത്യാസം. അടുത്ത റെമഡി എന്ന് പറയുന്നത് തക്കാളി വെച്ചിട്ടാണ്. അപ്പോൾ തക്കാളി എടുത്തിട്ട് അതിൻ്റെ
ജ്യൂസ് മാത്രം, അതായത് ആ കുരുക്കളൊന്നും ഇല്ലാണ്ട് ജ്യൂസ് മാത്രം ഒന്ന് അരിച്ചെടുക്കുക. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങളുടെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മസാജ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ തണുത്ത വെള്ളം വെച്ചിട്ടൊന്ന് കഴുകി കളയാം. തക്കാളി ചിലരുടെ സ്കിന്നിന് ചേരില്ല, അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊന്നും ഇത് ഉപയോഗിക്കാൻ നിൽക്കരുത്. ഇതിൽ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സ്കിന്നിന് പറ്റുകയെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അടുത്ത നമ്മുടെ റെമഡി പാല് വെച്ചിട്ടാണ്. വേറെ ഒന്നുമല്ല, പാല് കുറച്ച് തിളപ്പിക്കാത്ത പാൽ എടുക്കുക. തിളപ്പിക്കാത്ത എടുക്കുക കേട്ടോ, കുറച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 കോട്ടൺ പാഡ് മുക്കി വയ്ക്കുക. അപ്പോൾ അതാ കുറച്ച് പാലേ നമുക്ക് ആവശ്യമുള്ളൂ. ഇത് രണ്ടും ഒന്ന് മുങ്ങി കിട്ടുന്ന പാല് മാത്രം എടുത്താൽ മതി. എന്നിട്ട് ഈ 2 കോട്ടൺ പാഡ് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം റിലാക്സ് ചെയ്യുക. കേട്ടോ, അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങിൻ്റെ നീരാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഉരുളക്കിഴങ്ങിൻ്റെ നീര് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കോട്ടൺ പാഡിൽ മുക്കിയിട്ട് അതുകൊണ്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനെപ്പോഴും കോട്ടൺ പാഡിൽ മുക്കിയിട്ടാണ് വെക്കാറുള്ളത്. എനിക്കതാണ് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ വെച്ച് റിലാക്സ് ചെയ്ത് ഇങ്ങനെ കിടക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ 2 കോട്ടൺ പാഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മുക്കി വെക്കാൻ പോവാണ്. ഇനി നമുക്കിത് കണ്ണിന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം കേട്ടോ. ദിവസവും ഇത് ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. 100% ഉറപ്പാണ്. നല്ലോണം മാറും. നിങ്ങളുടെ കണ്ണ് ചുറ്റും എന്തെങ്കിലും പഫിനെസ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറഞ്ഞു കിട്ടും, ഡാർക്ക്നെസ് നന്നായിട്ട് കുറഞ്ഞു കിട്ടും. ഒരു 10 മിനിറ്റ് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാം. എന്നിട്ട് നല്ലോണം വെള്ളം വെച്ചിട്ട് കഴുകി കളയാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. വളരെ ഈസി ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള റെമഡീസാണ് ഞാൻ കാണിച്ചത്. എല്ലാവരും ഇതിലേതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ട്രൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 1-2 ദിവസമൊക്കെ ആയിട്ട് ചെയ്ത് നോക്കരുത്, തുടർച്ചയായിട്ട് അങ്ങനെ ഉപയോഗിച്ച് പോവുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.